പത്തനംതിട്ടയിലാണ് ന്യൂ ഇയർ ആഘോഷത്തിനിടെ DJ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തെന്നുള്ള പരാതി ഉയരുന്നത്. സ്റ്റേജിലേക്ക് കയറി പോലീസുകാരൻ ലാപ്ടോപ്പിന് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് പറഞ്ഞതനുസരിച്ച് പരിപാടി നിർത്തിയിട്ടും അതിക്രമം ഉണ്ടായെന്നാണ് DJ അഭിരാം സുന്ദർ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണം പോലീസ് പൂർണ്ണമായും തള്ളുകയാണ്. സ്ഥലത്ത് സംഘർഷമുണ്ടായതോടെയാണ് ഇടപെട്ടത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. നമ്മൾ ഒന്നോ രണ്ടോ പാട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 പാട്ടായി കാണും. ആ ഒരു ടൈമായപ്പോൾ ഒരു പോലീസുകാരൻ കയറി വരുന്നത് കണ്ടു. ഞാൻ കണ്ടോണ്ടേ പാട്ട് ഓഫ് ചെയ്തു ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സാറ് കയറി വന്നിട്ട് കാല് വെച്ച് നമ്മുടെ ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ച് ചവിട്ടി നശിപ്പിച്ച് 2 പീസാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട്. ലാപ്പിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ലാപ്പ് മൊത്തത്തിൽ പോയി. ലാപ്ടോപ്പ് പോയി. ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന ഗെയിമിംഗ് ലാപ്പായിരുന്നു. ഞാൻ അത്രയും ആഗ്രഹിച്ച് അത്രയും കുറേ കഷ്ടപ്പെട്ട് ഒരുപാട് ഫയലുകൾ ആ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. അതാണ് ആ സാറ് നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചത്. 2 നമ്മുടെ DJയുടെ കൺസോൾ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ അതെന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല. ഞാനങ്ങ് ഭയങ്കര വിഷമിച്ചു പോയി. കാരണം നമ്മുടെ അത്രയും ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്നെപ്പോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അതും പുതിയ ഒരു വർഷം തുടങ്ങുകയാണ്, പുതുവത്സര ദിനമാണ്. ആ ദിനത്തിലാണ് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, പോലീസിന്റെ അതിക്രമമാണ് എന്നാണ് DJ പറയുന്നത്. അതിന് അപ്പുറത്തേക്ക് പോലീസ് പറയുന്നത് അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏകദേശം 1 മണിയോടടുത്ത സമയത്ത് പത്തനംതിട്ടയിലെ ജിയോ ഗ്രൗണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലം പുനലൂർ സ്വദേശിയാണ് ഈ പരാതിക്കാരനായിട്ടുള്ള DJ അഭിറാം. അവിടെ ഒരു പരിപാടി, ഒരു ക്ലബിന്റെ പരിപാടിയായിരുന്നു ജിയോ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി ന്യൂ ഇയറിന്റെ ഭാഗമായി ഇത്തരത്തിൽ DJ പരിപാടികൾ നടക്കും. അവിടെ പോലീസ് സുരക്ഷ ഒരുക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. അത്തരത്തിൽ ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ പോലീസ് പലതവണ ഈ പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് നിർത്തിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു പ്രധാന പരാതി. ഈ പോലീസ് അതിൽ ചവിട്ടിയിട്ടില്ല എന്ന് പറയുന്നതല്ല, ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുകയുമില്ല. ഈ പരാതിക്കാരൻ പറയുന്നത് തന്റെ ആ ലാപ്ടോപ്പ് നഷ്ടമായതിലൂടെ ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശങ്ങൾ താൻ കൃത്യമായി പാലിച്ചിരുന്നു. എന്നാലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിന് തയ്യാറാകാതെ തന്റെ ലാപ്ടോപ്പ് ചവിട്ട് നശിപ്പിച്ചതിലൂടെ, ഒരു അതിക്രമം അവിടെ നടത്തിയതിലൂടെ തനിക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് പറയുന്നു. മാത്രമല്ല അതിനുശേഷം ഈ അഭിറാമിനെ അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഉൾപ്പെടെ വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. പത്തനംതിട്ട പോലീസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ക്രമസമാധാന പ്രശ്നമുണ്ടായിരുന്നു. പലതവണ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ഉണ്ടാകാതെ വന്നതോടുകൂടെയാണ് ഒരു ഇടപെടൽ ഉണ്ടായത്. ആ ലാപ്ടോപ്പ് ഒന്നും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വാക്കാൽ പറയുന്നത്. എന്തായാലും അഭിറാമിന് ആ നഷ്ടപരിഹാരം വേണം, അതായത് ലാപ്ടോപ്പിന്റെ തുക വേണം എന്നുള്ളതാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ജിൽസി.